എല്ലാം കൂടി ബഹളം വെച്ചായിരുന്നു കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചത്. സണ്ണി ജോസഫ് മാത്രമായിരുന്നില്ല, 3 വർക്കിംഗ് പ്രസിഡന്റുമാരും സണ്ണിക്കൊപ്പം അന്ന് ചുമതല ഏറ്റെടുത്തിരുന്നു. സണ്ണി ജോസഫ് വെറും ഡമ്മിയാണെന്നും പാർട്ടി ഭരണം ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരാണെന്നുമാണ് കോൺഗ്രസിനുള്ളിലെ അടക്കം പറച്ചിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആക്ഷേപം വർദ്ധിച്ചിരിക്കുന്നത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും KPCC പ്രസിഡന്റ് ഒരു തണുത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിക്കലെത്തിയിട്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന പണികൾ നടത്തുന്ന സ്വന്തം MLA നിലയ്ക്ക് നിർത്താൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കഴിയുന്നില്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിലായിരിക്കുന്ന രാഹുൽ പ്രചാരണത്തിൽ സജീവമാകുന്നതിനിടയിലാണ് പുതിയ ശബ്ദരേഖയും ചാറ്റുമൊക്കെ പുറത്തു വന്നത്. ഒരു പെൺകുട്ടിയോട് ഗർഭവതിയാകാൻ ആവശ്യപ്പെടുകയും പിന്നീട് ഗർഭം അലസിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ചാറ്റും ഓഡിയോ ക്ലിപ്പുമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നിലവിൽ പാർട്ടിക്ക് പുറത്താണെങ്കിലും പ്രചരണ രംഗത്ത് സജീവമാകുന്നതോടെ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് UDFന് ക്ഷീണമാകുമെന്ന് നേതാക്കൾ കരുതുന്നു. ഇത് മുൻകൂട്ടി കണ്ടാണ് KPCC മുൻ പ്രസിഡന്റുമാരായ രമേശ് ചെന്നിത്തലയും K മുരളീധരനും പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടത്. പാർട്ടിക്ക് രാഹുൽ ബാധ്യതയാകുമെന്ന ഉറച്ച നിലപാടിലാണ് ചെന്നിത്തലയും മുരളീധരനും. ലൈംഗിക ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ കഴിഞ്ഞ മാസം മുതലാണ് മണ്ഡലത്തിൽ സജീവമായത്. സർക്കാർ പരിപാടികളിൽ മന്ത്രിമാർക്കൊപ്പം പങ്കെടുക്കുകയും തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങളുടെ മുനയൊടിക്കും വിധം സജീവമാവുകയും ചെയ്തു. ഇതിനിടയിൽ UDF സ്ഥാനാർത്ഥികൾക്കായി സജീവ പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തിരുന്നു. രാഹുലിനെ ഏത് വിധേനയും പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ ചടുല നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് പുതിയ ചാറ്റും ശബ്ദരേഖയും ഒക്കെ പുറത്തു വന്നത്. കോൺഗ്രസിനെ ലൈംഗിക പീഡന കേസിൽ തളച്ചിടാനുള്ള CPMന്റെ തന്ത്രത്തിൽ കൊത്തരുതെന്ന നിലപാടിലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങരുതെന്ന നിലപാട് ചെന്നിത്തലയും മുരളീധരനും സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും സമാന നിലപാടിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം CPMന് തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിച്ച നല്ലൊരായുധമാണ്. പ്രത്യേകിച്ചും പെൺകുട്ടിയെ അബോർഷന് നിർബന്ധിക്കുന്നതും കൊല്ലുമെന്നുള്ള ഭീഷണിയുമെല്ലാം തന്റേതല്ലെന്ന് രാഹുൽ ഇതുവരെ പറയാത്ത സാഹചര്യത്തിൽ, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ ആരോപണങ്ങൾ എന്തും പുറത്തു വരുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണ രംഗത്ത് ഇറങ്ങരുതെന്ന് പറയാൻ എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് മടിക്കുന്നുവെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്. പ്രധാന വിഷയങ്ങളിൽ സണ്ണി ജോസഫിന്റെ നിലപാടില്ലായ്മയും നടപടികൾ ഇല്ലാത്തതും പാർട്ടിക്ക് ഏറെ ദോഷം വരുത്തുമെന്ന ആരോപണവും പാർട്ടിക്കുള്ളിൽ ചർച്ചയാണ്. കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം രാഹുലിനെ എതിർക്കുമ്പോഴും KC വേണുഗോപാൽ തന്ത്രപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ആരെയും വെറുപ്പിക്കാതെ മൗനം പാലിക്കുന്ന KC ലൈനും രാഹുലിന് വളമാകുന്നുണ്ട്.